ഇന്ന് നമ്മളെ വീഡിയോയിൽ ഒരു പുതിയൊരു ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. ന്യൂട്ടൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എൻ്റെ വാട്സപ്പിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും എല്ലാത്തിലും ഫുള്ള് ആഡ് ഇപ്പോൾ ഈ സാധനത്തിൻ്റെ ആഡാണ് കാണാറുള്ളത്. അങ്ങനെ കണ്ട് എനിക്ക് തോന്നി ഇതൊന്ന് മേടിച്ച് യൂസ് ചെയ്തിട്ട് അതിപ്പോൾ നല്ല സാധനമാണെങ്കിൽ എനിക്ക് ചാനലിൽ ഇതേപോലെ ഒരു വീഡിയോ ഇടാൻ വേണ്ടവർ മേടിക്കല്ലോ. അപ്പോൾ ഈ സ്പ്രേ എന്ന സാധനത്തിന് ഒരു ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ റൈറ്റിലോട്ട് പ്രസ് ചെയ്താൽ ഇത് ലോക്കാവും, ലെഫ്റ്റിലേക്ക് പ്രസ് ചെയ്താൽ ഇത് റിലീസാവും. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ അടിച്ച് സാധനം തീർക്കില്ല. പിന്നെ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഈ സ്പ്രേ ചെയ്യുന്ന സാധനം. ഇനി നമുക്കിത് ക്ലോക്ക് വൈസിൽ തിരിച്ചിട്ട് കുപ്പിമ കൊടുക്കാം. എന്നിട്ട് എൻ്റെ യൂണിക്കോണിൻ്റെ ഈ അലുമിനിയം പാർട്സ് വരുന്നതിൻ്റെ മേലെ വരുന്ന ഫൈബർ പാർട്സിലും കൂടിയാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൽ 2 സ്പ്രേ ചെയ്തു. ഇനി തുടച്ച് നോക്കാൻ പോവാണ്. എൻ്റെ അടുത്ത് കോട്ടൺ വേസ്റ്റാണ് ഉള്ളത്. അപ്പോൾ കോട്ടൺ വേസ്റ്റ് കൊണ്ട് ഞാൻ തുടച്ച് സാധനം കുറേയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇതിന് മേലെ ഞാൻ കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. കാരണം അത് എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി മേലത്തെ ഫൈബർ പാർട്സും കൂടി നമുക്ക് അടിച്ചിട്ടൊന്ന് ക്ലീൻ ആക്കി വെക്കാം. കോട്ടൺ വേസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്ത് തുടക്കുന്നത്. പക്ഷേ ഇത് ഒരു സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഹെഡ്ലൈറ്റും ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് ക്ലീനാക്കാൻ ഒരു കോട്ടൺ വേസ്റ്റിൻ്റെ ആവശ്യം ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്യാവശ്യം സാധനമൊക്കെ പോകുന്നുണ്ട്. ആ സ്റ്റെയിൻ എന്ന് പറഞ്ഞ സാധനം പോകുന്നുണ്ട്. സ്റ്റെയിൻ റിമൂവർ, മാജിക് സ്റ്റെയിൻ റിമൂവർ എന്നാണ് ഇതിൻ്റെ പേര്. അതായത് പോവാത്ത സാധനമൊക്കെ പോകുമെന്നാണ് ഇതിൻ്റെ പരസ്യത്തിലൊക്കെ ഒരു പറയുന്നത്. ആഡ് ഇൻസ്റ്റാഗ്രാം മൊത്തത്തിൻ്റെ ആഡാണ്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്കിതൊന്ന് മേടിച്ച് യൂസ് ചെയ്യാൻ തോന്നിയതുകൊണ്ട് മേടിച്ചാണ്. സാധനം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. കാരണം ഇതെങ്ങനെ സർവീസ് ചെയ്യാൻ കൊടുത്താലും, നോർമൽ സർവീസ് ചെയ്യാൻ കൊടുത്താലും ഈ സാധനം പോകില്ല. ഈ വൃത്തി എന്താണ് ആവില്ല. ഒരു 75% വൃത്തിയായിട്ടുണ്ട് നേരത്തെ വെച്ച് നോക്കുമ്പോൾ. ഞാൻ ഫോട്ടോ എന്താണെങ്കിലും രണ്ടും ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മേലെ ഓരോന്ന് ക്ലീൻ ആക്കുമ്പോഴും കൊടുക്കണ്ടാവും. അപ്പോൾ നോക്കണം. അതിലാണ് നിങ്ങൾക്ക് പക്കായിട്ട് കാണുള്ളൂ. അല്ല കാണുന്നുണ്ട്. ഇതാ ഇത്ര മാറ്റമുണ്ടല്ലോ. ഈ അടിഭാഗം തന്നെ നോക്കിയാൽ മതിയല്ലോ. മുകൾ ഭാഗവും അടിഭാഗവും എത്ര മാറ്റമുണ്ട്. ഇനി ഒരു പാർട്ടിൻ്റെ ഇതും കൂടി നമുക്ക് ക്ലീൻ ആക്കി വെക്കാം. നമുക്ക് ഈ ആക്സിലേറ്റർ കവറിൻ്റെ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാം. ആ കിക്കറിൻ്റെ അടുത്ത് ഒന്ന് മടക്കാം. അത് കണ്ടില്ല. ഈ സാധനം ഒന്നും തേച്ച് കഴിക്കാൻ പോകില്ല പെട്ടെന്ന്. തേച്ച് കഴിക്കാൻ പോയാൽ തന്നെ അവിടെ കറുപ്പ് കളർ വരാൻ സാധ്യത കുറവ്. അപ്പോൾ ബ്ലാക്ക് സംഭവം അടിച്ച് നമ്മളെ കോട്ടൺ വേസ്റ്റ് കൊണ്ട് നല്ല വരുത്തി തുടച്ച്. ഇത് അത്യാവശ്യം നല്ല നീറ്റായിരുന്നു. അതായത് ഞാൻ വിചാരിച്ച ഒരു ലെവലിലേക്ക് സാധനം ക്ലീൻ ആക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചതിന് ഇത് വല്ല ഉടായ്പ പരിപാടി സാധനത്താവുന്നു. ഇതുപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിന് കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ക്ലീൻ ആക്കുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഈ ഫൈബർ പാർട്സൊക്കെ വെള്ള കളറിലേക്ക് വരും. പക്ഷെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇതിനില്ല. ഇതിപ്പോൾ ഏകദേശം ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു 4 ദിവസം വരായി. എന്നിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ നിൽക്കുന്നത്. ഞാനാണെങ്കിൽ ഭൂലോകം മടിയാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് അപ്പോൾ കുറച്ച് വീട്ടിൽ ലീവൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്താണ് ഈ വീഡിയോ. അപ്പോൾ എന്താണെങ്കിലും വൈറ്റ് കളർക്കൊന്നും ഇതാവണില്ല. അപ്പോൾ അതെന്താണ് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനടിയിൽ ലിങ്ക് കൊടുക്കാം. ഇതിൻ്റെ പേര് മാജിക് സ്റ്റെയിൻ റിമൂവർ എന്നാണ്. ഇതിൻ്റെ സൈറ്റിൽ കയറിയാൽ ഇതിൻ്റെ റേറ്റൊക്കെ കാണിക്കും. 699 രൂപയാണ്.